ഇതാണ് മണ്ണര. ഇത് അപൂർവങ്ങളിൽ അപൂർവമായി തെക്കൻ കേരളത്തിൽ മാത്രം മീനുകൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്. ഓക്കെ, ഇത് ചെളിപ്പൂണ്ട് നിറഞ്ഞൊരു ഏരിയയാണ്. പണ്ട് ഇവിടെ കൃഷിയായിരുന്നു, ഇപ്പോൾ ഇവിടെ കൃഷിയില്ല. എല്ലാവരും പട്ടണം തേടി യാത്ര തിരിച്ചു. ഒരുത്തെന്താ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു കുളമാണ് ഗൈസ്, നമുക്ക് അതിലേക്ക് പോയി നോക്കാം. പൊട്ടന്മാരെ കൊണ്ട് മീൻ പിടിക്കിറങ്ങിയ അങ്ങ് അടിയിലോട്ടിട്ട് ആ മാനത്തന്നെ പിടിക്കാൻ പാടാണ്. പിന്നെ വേറെ സ്ഥലമുണ്ടേ, ഇലങ്കോണ്ടല്ലോ, അവിടെ അടി കിട്ടണോ? സ്നേഹതീരമുണ്ടല്ലോ, സ്നേഹത്തിന് അവിടെ വയല് സ്നേഹത്തിനെ കുറച്ച് അങ്ങോട്ട് പോകുന്ന നേരത്ത് അവിടെ ഒരു കുളമുണ്ട്. ഒരു മൂത്തുക്കൊരു കുളം കിടക്കുന്നുണ്ട്, അതിൽ ഇഷ്ടംപോലെ ആമ കിടക്കൊണ്ടേ. അപ്പൊ ഇന്ന് ആമക്കറി, ആമക്കറിയേ ഫസ്റ്റ് ആമക്കറിയേ പറഞ്ഞ കേൾക്കൂല. അടുത്ത യാത്ര അതൊത്തിരി ലോങ്. അടുത്ത നാളെ ഇഷ്ടംപോലെ ആമ മിത്രമ്പിലോട്ട് പിടിച്ചല്ലോ. ഇത് ജവാൻ എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ലല്ലോ അല്ലേ. ഇവിടെ ഒരു ചൂണ്ട ഉള്ളത് കൊണ്ട് മാത്രം എടുക്കാതെ ഞാൻ ഇവിടെ ഒരു കരി തള്ളമ്പം ഒത്തുപിടിക്കാനുള്ളതിന് പിടി, അമ്മാനെ തന്നെ പിടി. ഇവിടെ ഒരു ചേരയ പാമ്പാ കിടപ്പുണ്ട്. നമ്മള് 16K കിട്ടിയ ആ ഒരു സ്ഥലം അവിടെ എവിടെയാണ്? വാ, ചാടുന്ന നമ്മളന്ന് കണ്ടതല്ലേ, വഴി മാറിയ കൊള്ളല്ലേ അത് സീനല്ലേ. കേടാ അല്ല, ഇതുവഴി ഇനി അങ്ങനെ അപ്പുറത്തോട്ട് പോകും. നമ്മളെ കാണാത്തൊരു സാധനമല്ലേ ഇങ്ങനെ കമ്പ് പിടിച്ചിരിക്കുന്നത്. ഇത് എന്താണെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് പറഞ്ഞുകൂടാ, നാട്ടുകാർക്ക് പറഞ്ഞുകൂടാ. ഇതിലെ കുളങ്ങളിൽ പിടിച്ചിരിക്കുന്നത് പിടിക്കുന്നത് എന്താണ് ഈ ഇത്ര പഴയ തലമുറയിലുള്ള ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ അത് തോർത്തെടുക്കുക, കഴുത്തിലേക്ക് കെട്ടുക. ഞാൻ മേലെ ഇന്ന് ഗൈസ്, ഇന്ന് വരാലിന്ന്, ഇന്ന് നെടുമീനുകൾ, ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് മാനത്തണ്ണി. ഈ കുഞ്ഞു കുഞ്ഞു മീനുകളെ ഒരുത്തൻ തോട്ടിലിറങ്ങിയിരിക്കും, ഒരുത്തൻ വല കൊണ്ട് പിടിക്കുന്നു. നമ്മളിങ്ങനെ അല്ലല്ലോ ഇവിടെ പ്ലാൻ ചെയ്തത്. തോർത്ത് തീർത്തേടാക്കി. നാണക്കേട് തന്നെ, നാണക്കേട്. ഇതൊന്നും കിട്ടൂല വെറുതെ. നമുക്ക് ആ തോട്ടിലോട്ട് അറ്റിലോട്ടാ വല്ല പോകും. അതല്ലേ അതിന്റെ ഒരു രസം. അങ്ങോട്ട് പോയാലും അവിടെ കുറച്ച് സ്ഥലമുണ്ട്. മലയിടിഞ്ഞ് വരുന്നുണ്ടോ? ശരീരം ഭയങ്കരമായിട്ട് ഇവിടെ എന്താ ഒരു കുളം ഉള്ളതാണ്. വാ 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 വാ, പാമ്പ്. എവിടെ കിടന്നത്? അവിടെ കുളമില്ലേ? അടുത്തടാ ചാട്, പാമ്പ്. ആ കുളത്തില്ലേ കുറെ മീനുകൾ. അവിടെ കുളമുണ്ടോ? അത് നല്ല തെളിഞ്ഞ നല്ല കിടിലം നാട്ടുകാർ കാണിക്കുമ്പോ ഒരു പൂജ. എന്തരത്? അതെന്താ ഇടയതിലേ പിടിച്ചത്? പിടിച്ചിട്ട് കളഞ്ഞ മീന് കൈ പൊക്കി ഒടിഞ്ഞാൽ ചേട്ടാ അവിടെ നിന്ന് പറയും. ഇതെന്റെ ഒറ്റ അരിപ്പിനേ ഉള്ളു ഇതൊക്കെ. ഈ പൊത്തക്കുഞ്ഞിനെ പിടിച്ചാൽ ചൂണ്ടയിടാൻ പറ്റുമെന്ന് ഏതൊരു മണ്ട എൻ്റെ അടുത്ത് പറഞ്ഞു. പിടിച്ചോ? ഇവിടെ ഇവ എന്തടി ഇത് കിട്ടണതെല്ലാം കളയാണ്. ഇവിടെ ഇതെന്തടി ഇത്? അത് പൊക്കിങ് എടുക്കണമായിരുന്നു അതിന്. രണ്ടത് വീണ്ടും പോയേ.
ചോറിനെ വേണ്ടി ഓരോരുത്തരെ കാത്തിരിക്കും. വീണ്ടും മൂന്നാമത്തവണ പിടിച്ചേ. എടാ ഒരു വലി ഓടറാ, ഒരു വലി ഓട്. കിട്ടി കിട്ടി, ഇപ്പോഴാണ് കിട്ടിയത്. കണ്ടോട്ടെ, ഇതാണ് പൊത്ത. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൊത്ത എന്ന് പറയും. ഇത് വിഴുങ്ങിയാൽ ആസ്മ മാറുമെന്ന് എന്നാ വിഴുങ്ങടേ, ആരും അനുകരിക്കണ്ട. വിഴുങ്ങ്, ചുമ്മാ ഇരിക്കല്ലേ, വിഴുങ്ങ്. ഞാനൊരു പൊതു തത്വം പറഞ്ഞതേ ഉള്ളൂ. അലച്ചട്ടെ, ഇപ്പൊ ഇത് വിഴുങ്ങുന്നതായിരിക്കും. വിഴുങ്ങടേ. ഇതല്ല സാർ, ഇതിന്റെ ഒരേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊരുത്തിടാ അല്ലേ. ഇതിന്റെ അകത്തോട്ട് കയറ്റാം. ആ ചൂണ്ട കയ്യിൽ മീൻ എവിടെയെങ്കിലും കവറില്ല. ഇതിന്റെ അകത്ത് എനിക്കാണെങ്കിൽ പാവത്തിന് എന്നാലും ഇതിന് എങ്ങനെ എടുക്കാൻ പറ്റുന്ന സാർ ആദ്യം എന്നിട്ട് തോക്കപ്പ എനിക്ക് തന്നാൽ മത്സരിക്കാം നമുക്ക്. ഓക്കെ, ഞാൻ എടുക്കാം ഫസ്റ്റ്. ഒന്നാം സമ്മാനം എനിക്കാണ്. ഇത് വാ തുറക്കണില്ല, ഇത് ഭയങ്കര ബലത്തിൽ അടച്ചു വെച്ചിരിക്കണല്ലോ. ബാഹുബലി വാ തുറക്കടേ. എന്റെ ഒന്ന് വാ തുറന്നാ നിങ്ങൾക്കാണ് വാ തുറക്കാനുള്ള കഴിവ്. ഇങ്ങനെ വാ തുറന്ന് ചില്ലി വെച്ച് വാ തുറക്ക്. കണ്ട കണ്ട കണ്ട, അടച്ചു വെച്ചാണ് കണ്ട. ജീവനുണ്ട് ഇതിന്, ജീവൻ പോട്ടെ. ഒരു നക്കാൻ പോണോ ഇതെന്തൊരു തല ഒന്ന് തൊട്ട് വയ്ക്കാണ് ഇങ്ങനെ. അവിടെ തല വെട്ടി. ഇത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ കണ്ട മീനിന്റെ ഏതോ ഒരു ഭാഗം അതിവിദഗ്ധമായി അലസേട്ടൻ എടുത്തത്. എന്നെ വേണ്ട, എനിക്ക് സിനിമ കയറണ്ട. സിനിമയിലെ കയറ്, നല്ലതാണ് സിനിമയിലെ കയറണ. സിനിമേന്റെ മണ്ടേ കൂടെ ഓക്കെ ഓക്കെ ഓക്കെ. വിഴുങ്ങിയാൽ ഇന്ന് അവനെ കൊണ്ട് വിഴുങ്ങിയില്ലെങ്കിൽ ഇട്ടോ ഞാൻ അങ്ങനെ ഗംഗാ നദിയിൽ എന്റെ പാപം കഴുകിക്കളയട്ടെ. ആയിക്കോട്ടെ.